തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബോൾ അടിച്ചാൽ ഔട്ടാവുമോ? കുത്തി തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബൗൺസർ ബോളുകളിൽ അടിച്ച് ക്യാച്ച് ആവുമ്പോൾ പലയിടത്തും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഇന്നത്തോടെ ഒരു തീരുമാനമാക്കാം. ഒരു ഓവറിൽ അനുവദനീയമായ ബൗൺസറുകൾ പല ടൂർണമെൻറ്റുകളിൽ പല തരത്തിലായിരിക്കും. ഉദാഹരണം, IPL അത് ഒരു ഓവറിൽ 2 ബൗൺസറുകളാണ്. ഇൻ്റർനാഷണൽ T20യിൽ അത് 1 അതുകൊണ്ട് കളിയുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് നമുക്കും ഇത് 1 or 2 ഒക്കെ ആയി കളിക്ക് മുൻപ് പ്ലേയിങ് കണ്ടീഷൻ സെറ്റ് ചെയ്യാം. ഈ അനുവദനീയമായ ബൗൺസറുകളുടെ എണ്ണത്തെ നമുക്ക് ബൗൺസർ ലിമിറ്റ് എന്ന് വിളിക്കാം. ഒരു ബൗൺസർ ആണെങ്കിൽ ആ ബൗൺസർ എറിയുന്നതോടെ വാർണിംഗ് ലഭിച്ച് അതോടെ ആ ലിമിറ്റ് കഴിയും. 2 ആണെങ്കിൽ ആദ്യത്തെ എറിയുമ്പോൾ വാർണിംഗ് കിട്ടും, പിന്നീട് ഒരെണ്ണം കൂടെ എറിയാം, അതും കഴിയുമ്പോൾ ലിമിറ്റ് കഴിയും. ബൗൺസർ ലിമിറ്റ് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. ഇനി കളിയിലേക്ക് വരാം. ബൗൺസർ ലിമിറ്റ് കഴിയുന്നതിന് മുൻപ് കുത്തി പൊങ്ങുന്ന ബോൾ ബാറ്ററുടെ തലയ്ക്ക് മുകളിലാണെങ്കിൽ അത് അടിച്ചാൽ ഫെയർ ഡെലിവറി ആയിരിക്കും, അടിച്ചില്ലെങ്കിൽ വൈഡ് ആയിരിക്കും. ഒരു ബൗൺസർ വാർണിംഗ് ബൗളർക്ക് കിട്ടും. ലിമിറ്റ് കഴിയും അല്ലെങ്കിൽ ലിമിറ്റിൽ 1 കുറയും. ഇനി ആ ബോൾ തലയ്ക്കും ഷോൾഡറിനും ഇടയിലാണെങ്കിൽ അടിച്ചാലും അടിച്ചില്ലെങ്കിലും അത് ഫെയർ ഡെലിവറി ആയിരിക്കും. ഒരു ബൗൺസർ വാർണിംഗ് ബൗളർക്ക് കിട്ടും. ലിമിറ്റ് കഴിയും അല്ലെങ്കിൽ ലിമിറ്റിൽ 1 കുറയും. ഇനി ഓവറിലെ ബൗൺസർ ലിമിറ്റ് കഴിഞ്ഞു എന്ന് കരുതുക. അതിനുശേഷം വീണ്ടും ബൗൺസർ എറിഞ്ഞാൽ ഷോൾഡറിന് മുകളിലേക്ക് കുത്തിപ്പൊങ്ങിയാൽ മതി. ബോൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും അത് നോ ബോൾ ആയിരിക്കും. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചാൽ, കുത്തി തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബോൾ അടിച്ചാൽ ഔട്ട് ആവുമോ എന്ന് ചോദിച്ചാൽ, ബൗൺസർ ലിമിറ്റ് കഴിയുന്നതിന് മുൻപാണെങ്കിൽ ഔട്ട്, ബൗൺസർ ലിമിറ്റ് കഴിഞ്ഞാണെങ്കിൽ നോട്ട് ഔട്ട്. അത് അടിച്ച് ക്യാച്ച് ആയാൽ മാത്രമല്ല ഔട്ട്, അടിച്ച് സ്റ്റമ്പിലിട്ടാൽ ബൗൾഡുമാണ്.